ഈ സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. ലെറ്റ്സ് ഗോ ടു ദ പ്രിപ്പറേഷൻ. കുറച്ച് പോത്തിറച്ചിയാണ് വാങ്ങിക്കൊണ്ടിരിക്കുക. അതിക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ഇറച്ചി ഏത് ഹൈറ്റിലാണ് കുക്കറിൽ നിൽക്കുന്നത് അതേ ഹൈറ്റിൽ വെള്ളം പാർന്ന് കുക്കർ മൂടി വെച്ച് ഒരു 5-6 വിസിലിന് വേവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. വെന്തരച്ച് അതിന് സെപ്പറേറ്റ് ചെയ്ത് ഇറച്ചി വേവിച്ച വെള്ളത്തേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ടൊന്ന് പീങ്ങി കൊണ്ടുവരിക. മിക്സിന്റെ ജാർക്ക് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഷാളോട്ട് നമ്മുടെ ചെറുള്ളിയെ ഗാർലിക്കും കൂട്ടി ഒരൊറ്റ ടാപ്പിന് അരച്ചങ്ങോട്ട് കൊണ്ടുവരിക. തേങ്ങ പൊളിച്ച് ചെരണ്ടി തേങ്ങ ഒന്നായിട്ട് മിക്സിന്റെ ജാർക്ക് ഇട്ടാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വെള്ളം കൂട്ടി ഒന്ന് കറക്കിയാൽ മതി. പിഴുതെടുക്കുന്ന സീനാണ്. അരിപ്പ് ഉപയോഗിച്ച് 1-ാം പാലും 2-ാം പാലും തരം തിരിച്ച് വെക്കുക. ബൈ ദ ബൈ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ, ഏലക്കായി, കറുകപ്പട്ട, ഉള്ളി, ഉപ്പിട്ടൊന്ന് വാട്ടുക. നമ്മൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് കൂട്ടി അരച്ചെടുത്ത അരപ്പ് ഇതിക്ക് തട്ടി വാട്ടുക. വേവിച്ചെടുത്ത ബീഫ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതിക്ക് ഇട്ട ശേഷം 1-ാം പാലല്ലാത്ത 2-ാം പാലിന് ആദ്യം ഇതിക്ക് കിടത്തി ഒഴുക്കുക. ദെൻ ഒരൊറ്റൊരു ഇളക്കല്, ഒരൊറ്റൊരു തളക്കല്. ശേഷം 1-ാം പാലും പാർന്ന് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂട്ടി മൂടി വെച്ചൊന്ന് കുറുക്കി തിളപ്പിക്കുക. ഇനി ഒന്ന് വറവട ഉണ്ടായിമാരെ ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ ചെറുതാക്കി അരിഞ്ഞ ചെറുള്ളി, കറിവേപ്പിന്റെ ഇട്ട് മൂപ്പിച്ച കറി കണ്ട് ഒഴിച്ചാൽ നമ്മുടെ ബീഫ് സ്റ്റൂ കിഡിലനായിട്ട് റെഡി ആയി മോനെ. പുട്ട് കൂട്ടി അടിക്കാം. കിണ്ണം സാധനം ധൈര്യമായിട്ട് ഉണ്ടാക്കിയോളി.